ഇടുക്കി കണ്ണമ്പടിയിൽ വനവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാൻ സർക്കാർ അനുമതി നൽകി. കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ചാണ് സരുൺ സജി എന്ന വനവാസി യുവാവിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജയിലിലാക്കിയത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, വനവാസികൾക്കെതിരെ സർക്കാരിൻ്റെ പീഡനം അല്ലെങ്കിൽ പോലീസിൻ്റെ നരനായാട്ട് തുടരുകയാണ്. കാട്ടിറച്ചി കടത്തി എന്നുള്ള പേരിലാണ് കള്ളക്കേസുണ്ടാക്കി വനവാസി യുവാവിനെ ജയിലിലടയ്ക്കുന്ന സാഹചര്യം. ഇപ്പോൾ എന്തായാലും കൃത്യമായ നടപടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കൈക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. ഇടുക്കി കണ്ണമ്പടി സ്വദേശിയായ പുത്തൻപുരക്കൽ സരുൺ സജിയെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിറച്ചി കടത്തിയെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്യുന്നത്. 2022 ഈ കേസിൽ ആസ്പദമായ സംഭവം നടക്കുന്നത്. ഇതിനുശേഷം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് കള്ളക്കേസ് ചമച്ചതാണെന്നും ഈ കടത്തിയത് കാട്ടിറച്ചി അല്ല എന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവർക്ക് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന നിർദ്ദേശമുണ്ടായത്. പക്ഷേ ഇവരുടെ ഒരു രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് ഈ നടപടിയെടുക്കുന്നത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രധാനമായും ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് അന്വേഷണത്തിൽ പ്രധാനമായും കണ്ടെത്തിയിരുന്നു. സംഭവം വിവാദമായതോടെയാണ് ഈ വനംവകുപ്പ് CCF ആയിരുന്ന നീതു ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടാവുകയും ചെയ്തുവെന്ന് മനസ്സിലാക്കിയത്. ഇതോടെയാണ് ഈ ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് വാർഡനായ B രാഹുൽ, അതുപോലെ തന്നെ കിഴുകാനം സെക്ഷൻ ഓഫീസർ T അനിൽകുമാർ ഉൾപ്പെടെ 9 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. ഈ സരുൺ സജിന്റെ പരാതിയിൽ 13 ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു നടപടിയായിരിക്കുന്നത്. ഇതിൽ 10 ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാനാണ് നിലവിൽ ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്. അതിൽ ഈ ഒരു ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് വാർഡൻ B രാഹുൽ, അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ T അനിൽകുമാർ എന്നിവർ ഉൾപ്പെടെ ഈ 13 പേരെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു വിചാരണ നടപടി നേരിടേണ്ടി വരിക. അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2024 ജനുവരിയിലാണ് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് അല്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സർക്കാരിന് കത്ത് നൽകുന്നത്. ഈ പ്രതികളുടെ സ്വാധീനമാണ് ഈ 2022 നടക്കുന്ന ആ ഒരു കേസിൽ പ്രതികൾക്കുണ്ടായ വലിയ സ്വാധീനം ഉപയോഗിച്ചാണ് ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാൻ അവർ ശ്രമിച്ചത്. ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളത് കൊണ്ട് നിലവിൽ ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടുള്ളത്. തീർച്ചയായും ഇടുക്കി കണ്ണമ്പടിയിലാണ് വനവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത്. ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ചാണ് സരുൺ സജി എന്ന വനവാസി യുവാവിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജയിലിലാക്കിയിരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.